ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ പത്തരമാറ്റിന്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അമ്പലത്തിൽ ഇന്നിങ്ങനെ വഴിപാടുകളെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്താണ് ആദർശ് വരുന്നത്. അപ്പൊ ആദർശ് കാറിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശി പറയണ, ദേ ആദർശ് വരുന്നു, ദേ നമ്മൾ ആരെ കാണാൻ ആഗ്രഹിച്ചോ അയാൾ ദേ മുന്നിലേക്ക് തന്നെ വരുന്നുണ്ടല്ലോ, ഇദ്ദേഹം കണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും എൻ്റെ മനസ്സുകൊണ്ടും ആഗ്രഹിച്ചതാണ് ആദർശ് മോനെയും നയനമോളെയൊക്കെ ഒന്ന് കാണാൻ പറ്റണേന്ന്. അത് ദൈവം നമുക്ക് സാധിച്ചു തന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയാ. അപ്പോഴാണ് ആദർശും ഇവരെ കാണുന്നത്. അപ്പൊ ആദർശ് ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നയനെ അത് ആരാ നിൽക്കുന്നതെന്ന് നോക്കിയേ, മുത്തശ്ശൻ. അപ്പോൾ നയനയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നുകയാണ്. ആദർശേട്ടാ, ദേ നമ്മളേതായാലും ഈ സമയത്ത് ഇവിടെ വന്നത് നന്നായല്ലേ, മുത്തശ്ശനെയും മുത്തശ്ശിയെയും കാണാൻ പറ്റിയല്ലോ. അതേ നയനെ, എൻ്റെ മനസ്സിൽ മുത്തശ്ശനെ കാണണമെന്നും മുത്തശ്ശിയെ കാണണമെന്നൊക്കെ വല്ലാത്തൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ദൈവം അത് സാധിച്ചു തന്നില്ലേ. എനിക്ക് അവരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വളരെയേറെ സന്തോഷം തോന്നുന്നു എന്നിങ്ങനെ പറയാ. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി നേരെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. മുത്തശ്ശി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശ എന്ന് പറഞ്ഞുകൊണ്ട് ആദർശി വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശൻ എടുത്തു വൈകും പറയാണ്, വീടും വേണ്ട ഒന്നും വേണ്ടാണ്ട് വീട് വിട്ട് ഇറങ്ങിപ്പോയവനല്ലേ, പിന്നെന്തിനാ ഞങ്ങളുടെ കുശലം ചോദിക്കാൻ വരുന്നത്, അതിന്റെ കാര്യമൊന്നുമില്ലല്ലോ എന്ന് മുത്തശ്ശൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആദർശിന് ഭയങ്കര സങ്കടം തോന്നുകയാണ്. അപ്പോഴേക്കും മുത്തശ്ശി പറയണേ, ഇദ്ദേഹം എന്തിനാ അവനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, അവൻ സ്നേഹം കൊണ്ടല്ലേ മുത്തശ്ശ എന്ന് വിളിച്ചത്, പിന്നെ എന്തിനാ ഇദ്ദേഹം സംസാരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ആരുടെ സ്നേഹവും ലാളനെ ഒന്നും വേണ്ട, ചിലവരൊക്കെ ബിസിനസ് തകർക്കാൻ വേണ്ടി തന്നെ മുന്നിട്ട് ഇറങ്ങിയിരിക്കുകയല്ലേ, പരാജയം സംഭവിച്ച് കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതല്ലേ ഇവൻ, പിന്നെന്തിനാ എന്നോട് സംസാരിക്കാൻ വരുന്നത്, എനിക്ക് ആരുടെയും സംസാരമൊന്നും കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശി നമ്മുടെ മുത്തശ്ശിനെ അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുക. അപ്പൊ മുത്തശ്ശിയോട്, വാ നമുക്ക് പോകാം, ഇല്ല ഞാൻ ഇവരോട് സംസാരിച്ചിട്ടേ വരുന്നുള്ളൂ, ഞാൻ ഇവരോട് സംസാരിക്കട്ടെ എന്ന് പറയണം. അപ്പൊ മുത്തശ്ശനാണെങ്കിൽ കണ്ണക്കെട്ട് കാണിച്ചു കൊടുക്കുകയാണ്, വേറൊരു കാര്യവും പറഞ്ഞു പോരുന്നൊക്കെ പറയാണ്. അങ്ങനെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ മുത്തശ്ശൻ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ നയനയും അതേപോലെ തന്നെ ആദർശമൊക്കെ ചോദിക്കണം, എന്തിനാണ് മുത്തശ്ശൻ ഇത്രയും ദേഷ്യം, ഇതുവരെ ദേഷ്യം മാറിയില്ലല്ലോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അതൊന്നും സാരമാക്കണ്ട നിങ്ങൾ, മുത്തശ്ശനെ നിങ്ങൾക്ക് വേണ്ടി നല്ലത് മാത്രമേ ചെയ്യുള്ളൂ. അപ്പോഴേക്കും നയനയാണെങ്കിൽ ആദർശമൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ ആദർശ് മുത്തശ്ശിയോട് പറയാണ്, ഞാനിവിടെ വന്നത് ഏതായാലും മുത്തശ്ശൻ്റെ പിറന്നാൾ ദിവസമാണല്ലോ, കുംഭമാസത്തിലെ പൂരമല്ലേ മുത്തശ്ശൻ, അതുകൊണ്ട് മുത്തശ്ശന് വേണ്ടി വഴിപാടുകളെല്ലാം കഴിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നതെന്ന് ആദർശിന്റെ നാവിൽ നിന്നും ആ ഒരു കാര്യം കേട്ടുകഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശിയുടെ കണ്ണുകൾ നിറയും. മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. അതെ മുത്തശ്ശി, അതുമാത്രമല്ല എനിക്കിവിടെ മുത്തശ്ശിന് വേണ്ടി ചൈന പ്രദക്ഷിണവും ചെയ്യണം, അതിനു വേണ്ടി കൂടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നും കൂടി പറയുമ്പോൾ മുത്തശ്ശിയുടെ മനസ്സ് അങ്ങോട്ട് നിറഞ്ഞു. അപ്പോഴേക്കും നയന, മുത്തശ്ശി ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടല്ല കേട്ടോ ആദർശേട്ടൻ ചെയ്യുന്നത്, ആദർശേട്ടന് എന്നോടാണ് ഇങ്ങോട്ട് പറഞ്ഞത് നമുക്ക് അമ്പലത്തിൽ പോകാമെന്നും മുത്തശ്ശിന് വേണ്ടി വഴിപാടുകളെല്ലാം കഴിക്കാമെന്ന് ആദർശേട്ടൻ എന്നോട് പറഞ്ഞത്, അല്ലാതെ ഞാനൊന്നും അല്ല മുത്തശ്ശി പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറയാ. മോനെ, എന്തൊക്കെ വന്നാലും എല്ലാ ഇതും തീരും മോനെ, എല്ലാ പ്രശ്നങ്ങളും തീരും, നിങ്ങൾ രണ്ടുപേരും വീട്ടിലേക്ക് തിരിച്ചു വരിക തന്നെ ചെയ്യും, എനിക്കത് മനസ്സിൽ നല്ല ഉറപ്പുണ്ട്, എല്ലാ കാര്യങ്ങളും നടക്കുന്നത് നല്ലതിന് വേണ്ടിയാണെന്ന് മാത്രം കരുതിയാൽ മതി മോനെ എന്നൊക്കെ പറയണം. അതേ മുത്തശ്ശി, ഞങ്ങൾ അങ്ങനെ കരുതുന്നുള്ളൂ, പക്ഷേ എന്ത് സംഭവിച്ചാലും നീ നയനമോളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന തരത്തിലൊന്നും നടക്കല്ലേ, അവൾക്ക് എന്തെങ്കിലും കാര്യം കണ്ടാൽ മതി, ഭയങ്കര സങ്കടവും, അതുകൊണ്ട് നയനമോളെ സൂക്ഷിക്കണം, നയനമോൾക്ക് ഒരു കാര്യത്തിനും ഒരു കുറവും വരുത്താനായിട്ട് പാടില്ല, പിന്നെ നിന്റെ കൂടെ പോരണമെന്നും പറഞ്ഞുകൊണ്ട് മോള് വാശി പിടിച്ചത് കൊണ്ടാണ് നിന്റെ അടുത്തേക്ക് മോളെ പറഞ്ഞയച്ചത്, പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മോൻ വേണോട്ടോ നോക്കാനായിട്ട് എന്ന് പറയാ. ശരി മുത്തശ്ശി, വേണ്ട വിധത്തിലെ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തോളാം, എങ്കിൽ പിന്നെ ഞാൻ പോട്ടെ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശി അവിടുന്ന് പോവാണ്. പോയി കഴിഞ്ഞപ്പോഴേക്കും ഏതായാലും ഇവരെ കണ്ടല്ലോ നയന, അത് തന്നെ ഭയങ്കര ആശ്വാസമാണെന്നൊക്കെ പറയാം. അങ്ങനെ ആദർശും നയനയും കൂടി നേരെ തിരുമേൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അതെ, മുത്തശ്ശൻ്റെ പിറന്നാൾ ദിവസമാണ്, പിറന്നാൾ മാസമാണ്, അപ്പോൾ കുംഭമാസത്തിലെ പൂരമാണ്, വഴിപാട് കഴിക്കണം, പിന്നെ എനിക്ക് ചൈന പ്രദക്ഷിണം നടത്തണമെന്ന് തിരുമേനിയോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എടുത്തു വയ്ക്കും. തിരുമേനിയാണെങ്കിൽ, അയ്യോ സാറിൻ്റെ മുത്തശ്ശനുമാണെങ്കിൽ മുത്തശ്ശനാണെങ്കിൽ അപ്പോഴാണ് തിരുമേനി ആലോചിക്കുന്നത് മുത്തശ്ശൻ പറഞ്ഞ കാര്യങ്ങൾ.
ആരൊക്കെ ഇവിടെ എന്തൊക്കെ വന്നാലും ശരി, ഞാനിവിടെ ചൈന പ്രദക്ഷിണം ചെയ്ത കാര്യം ആരോടും നിങ്ങൾ തുറന്നു പറയരുത് എന്ന് പറഞ്ഞ കാര്യം ആ സമയത്താണ് ഈ തിരുമേനി ആലോചിക്കുന്നത്. എന്താ തിരുമേനി എന്താ പറയാനായിട്ട് വന്നത്? അതൊന്നുമല്ല. അല്ല, മുത്തശ്ശനും മുത്തശ്ശി ഇവിടെ വന്നു നിന്നേ ഒരുപാട് പ്രാർത്ഥിച്ചെന്ന് ഞാൻ പറയാൻ വേണ്ടി വന്നതായിരുന്നു. അവരും ഞങ്ങളോടൊക്കെ സ്നേഹമുണ്ട് തിരുമേനി, പക്ഷേ അതൊന്നും പുറത്ത് കാണിക്കാത്തതാ. എനിക്കറിയാം എൻ്റെ മുത്തശ്ശനെ, അതുകൊണ്ടാണല്ലോ മുത്തശ്ശന് വേണ്ടി ഞാൻ വഴിപാടുകളെല്ലാം കഴിക്കാൻ വേണ്ടി വന്നതെന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ മുത്തശ്ശി നേരെ കാറിലേക്ക് കയറുകയാണ്. കാറിലേക്ക് കയറി കഴിഞ്ഞപ്പോഴേക്കും എന്താ തൻ്റെ സംസാരം എല്ലാം കഴിഞ്ഞോ, അബദ്ധവശാൽ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഞാനൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ആദർശ് മോൻ എന്തിനാണെന്നറിയാവോ അമ്പലത്തിൽ വന്നത്? അവൻ ഇദ്ദേഹത്തിന് വേണ്ടിയാണ്. ഇദ്ദേഹത്തിൻ്റെ ജന്മമാസമാണെന്ന് അവൻ അറിയായിരുന്നു. പൂജകൾ കഴിക്കാനും ചൈന പ്രദക്ഷിണം നടത്താൻ വേണ്ടി തന്നെയാ. ചൈന പ്രദക്ഷിണം നടത്തട്ടെ. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശൻ്റെ കണ്ണുകൾ നിറയുകയാണ്. ഇത് നോക്കിക്കണ്ടേ, കൊച്ചുമോനാണെങ്കിൽ മുത്തശ്ശന് വേണ്ടി ചൈന പ്രദക്ഷിണം ചെയ്യുന്നു, മുത്തശ്ശനാണെങ്കിൽ കൊച്ചുമോനും വേണ്ടി ചൈന പ്രദക്ഷിണം ചെയ്യുന്നു. രണ്ടുപേരുടെ മനസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലാത്ത സ്നേഹമാണ്. എന്നിട്ടും ഇദ്ദേഹം എന്തിനാണ് ഇങ്ങനെ വഴിമാറി നടക്കുന്നത്? അതിൻ്റെ കാര്യമൊന്നുമില്ലല്ലോ. വഴിമാറി നടക്കണം, എന്നാലേ ചില കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുള്ളൂ. ഞാൻ വീണ്ടും അവരെ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്ത് ജീവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ വീണ്ടും വഷളായി പോകുള്ളൂ, ബിസിനസ്സിൽ വീണ്ടും ഉയർന്നു പോകില്ല. ഇതെന്തിനാണെന്നൊക്കെ ഞാൻ തന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും, എന്നാലും കൊച്ചുമക്കളുടെ മുഖം കാണുമ്പോഴേ എനിക്ക് സഹിക്കാനായിട്ട് പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഞാനിതെല്ലാം പറഞ്ഞു പോയത് എന്നൊക്കെ പറയാ. അതൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആദർശും നയനയും കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മനസ്സാകെ നിറഞ്ഞടോ. അതിൽ പരം സന്തോഷമൊന്നും എനിക്ക് കിട്ടാനില്ല. അവർ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് തിരിച്ചു വരണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ ദൈവമേ, ഞാനിനി എന്തെല്ലാം പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുമെന്നൊക്കെ മുത്തശ്ശിയും ഇങ്ങനെ പറയുകയാണ്. താനൊരു പരീക്ഷണം നേരിടേണ്ടി വരില്ല, പക്ഷേ എന്തിനാണ് അവർ വീടിന് പുറത്തു പോയെന്ന് തനിക്കറിയാലോ. പിന്നെ എന്തിനാണ് ഞാൻ എതിർത്ത് നിൽക്കുന്നതെന്ന് തനിക്കറിയാം. എല്ലാ കാര്യങ്ങളും ഞാൻ തന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ. ഇനി ആ കാര്യത്തെക്കുറിച്ച് കൂടുതൽ സംസാരമൊന്നും വേണ്ട എന്ന് മുത്തശ്ശൻ കരഞ്ഞിങ്ങനെ പറയാം. മുത്തശ്ശൻ കണ്ണീരൊക്കെ അങ്ങനെ തുടക്കുന്നുണ്ട്. മുത്തശ്ശിക്ക് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സഹിക്കാനായിട്ട് പറ്റുന്നില്ല. ആദർശ് മോനെ അത്രയും വലിയ സ്നേഹമാണെന്ന് മുത്തശ്ശിക്കും നന്നായിട്ട് തന്നെ അറിയാം. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഈ അഭിയാണ്. അപ്പോൾ അഭിയാണെങ്കിൽ കൊച്ചിന് ഫുഡൊക്കെ മേടിച്ച് കൊടുത്ത് പുറത്തൊക്കെ കറക്കാൻ കൊണ്ടുപോകണമെന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചിനെ പറഞ്ഞയച്ചാണല്ലോ. അപ്പോൾ അബി ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങി വരാം. കൊച്ചിനെ വഴക്ക് പറഞ്ഞിട്ട് ഇറങ്ങി വരുന്നത്. കൊച്ചാണെങ്കിൽ അബിയുടെ മേത്ത് അങ്ങോട്ട് ഛർദ്ദിച്ചും കളഞ്ഞു. അപ്പോൾ കൊച്ചിനെ എടുത്തുകൊണ്ടാണ് വന്നത്. അപ്പോൾ ഛർദ്ദിച്ച് കളഞ്ഞപ്പോഴേക്കും കൊച്ചിനെ പെട്ടെന്ന് തന്നെ താഴ്ന്നു നിർത്തിയിട്ട് എന്ത് പരിപാടിയാണ് ഈ കാണിക്കുന്നത് കൊച്ചിന് മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് പാടില്ല, എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും കുത്തി കയറ്റി അങ്ങോട്ട് തിന്നു, എന്നിട്ട് ഇപ്പം എൻ്റെ മേത്ത് ഛർദ്ദിച്ചിടണോ, അതിന് വേറെ ഒരു പണിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഈ കൊച്ചാണെങ്കിൽ വഴി കിടന്ന് ഛർദ്ദിക്കുകയാണ്. അഭിയാണെങ്കിൽ വഴക്ക് പറയൽ തന്നെയാ. അപ്പോഴാണ് ആദർശിൻ്റെയും നയനയുടെയും കാറ് ആ വഴി വരുന്നത്. അപ്പോൾ അഭിയെയും കുഞ്ഞിനെയും കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവർ കാർ അവിടെ നിർത്തുക. അപ്പോൾ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും നയന പറയാണ്, അത് നോക്കിയേ, അവനിപ്പോൾ കുട്ടിയെയും കൊണ്ട് പുറത്തൊക്കെ ഇറങ്ങാനൊക്കെ തുടങ്ങിയല്ലേ, അത് അമ്മ പറഞ്ഞിട്ടായിരിക്കുള്ളൂ, അമ്മ പറയാതെ അവനങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ. പക്ഷേ എന്താണ് അവിടെ സംഭവിച്ചു കൂട്ടുന്നതെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഇവരങ്ങോട്ട് ചെല്ലുക. അപ്പോൾ അബി ഇരുന്ന് ഈ കൊച്ചിനെ വഴക്ക് പറയുന്ന ആ ഒരു കാര്യമാണ് കേട്ടത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആദർശിന് സഹിക്കാൻ പറ്റിയില്ല. ആദർശടാ എന്ന് പറഞ്ഞുകൊണ്ട് ഒച്ചത്തിലൊരു വിളി. അപ്പോൾ ഏട്ടനും ഏട്ടത്തി എവിടെ പോയിട്ട് വരികയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നയന പറയാം, ഞങ്ങളുടെ നെറ്റിയിൽ ചന്ദനക്കുറി കാണുമ്പോൾ അറിയാൻ പാടില്ലടാ, ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വന്നതാണെന്ന്. അയ്യോ, അമ്പലത്തിൽ പോയിട്ട് വന്നതാണല്ലേ, നീ എന്താടാ കൊച്ചിനെയും കൊണ്ട് പുറത്തൊക്കെ ഇറങ്ങിയത്? നീ കൊച്ചിനെ ഉപദ്രവിക്കാനാണ്? അയ്യോ ഞാനേ ഉപദ്രവിച്ചൊന്നുമില്ല ഏട്ടത്തി, ഞാനേ കൊച്ചിനെയും കൊണ്ട് പുറത്തിറങ്ങി കൊച്ചിന് നല്ല നല്ല ഫുഡുകളെല്ലാം മേടിച്ചു കൊടുക്കുകയായിരുന്നു. പക്ഷേ അതിനിടയിൽ കൊച്ചു എൻ്റെ മേത്തിരുന്ന് ഛർദ്ദിച്ചു. അത് ഞാൻ കഴുകിക്കളയായിരുന്നു. മേത്തിരുന്ന് ഛർദ്ദിക്കോടാ, കുഞ്ഞുങ്ങളായിട്ടുണ്ടെങ്കിൽ ഛർദ്ദിക്കുകയും ബാക്കി എല്ലാ കാര്യങ്ങളെല്ലാം ചെയ്യും. അതൊക്കെ നമ്മൾ സഹിച്ച് വേണം മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ നീ കുറച്ച് വെള്ളം എടുത്തിട്ട് വേടാ, എന്നിട്ട് കൊച്ചിൻ്റെ മുഖം കൊണ്ട് കഴിച്ചു കൊടുക്കുക. ശരി കേട്ടെത്തി, ഞാൻ കഴിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അഭി വെള്ളം എടുക്കാനായിട്ട് പോകണം. മോളെ എന്താ സംഭവിച്ചത്? അവൻ മോൾക്ക് എന്നെ ഫുഡ് മേടിച്ചു തന്നു. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഫുഡുകളാണ് മേടിച്ചു തന്നത്, എന്നെക്കൊണ്ട് തിന്ന് എന്നും പറഞ്ഞുകൊണ്ട് തീറ്റിക്കുകയായിരുന്നു. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ടും സമ്മതിച്ചില്ല അമ്മേ എന്നൊക്കെ പറയാണ്. ആണോ, മോളെ കൊണ്ട് നിർബന്ധിച്ച് തീറ്റിക്കുകയായിരുന്നു? അതെ, നിർബന്ധിച്ച് തീറ്റിക്കുകയായിരുന്നു എന്ന് പറയാം. അങ്ങനെ അബി വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് കൊച്ചിൻ്റെ മുഖവും വായൊക്കെ കഴിച്ചു കൊടുക്കുക.
അപ്പോൾ നയന ചോദിക്കണം, എന്താടാ നീ കൊച്ചിന് ഇഷ്ടപ്പെടാത്ത ഫുഡാണോ മേടിച്ചു കൊടുത്തത്? നിന്റെ ഇഷ്ടത്തിനാണോ ഫുഡ് മേടിച്ചു കൊടുത്തത്? അയ്യോ ഇല്ലേട്ടത്തി, കൊച്ചിന് ഇഷ്ടപ്പെട്ട ഫുഡ് തന്നെയാണ് മേടിച്ചെന്ന്. മോളെ ആണോ? ഇവൻ പറയുന്ന സത്യമാണോ? അല്ല, എനിക്ക് ഇഷ്ടപ്പെടാത്ത ഫുഡാ മേടിച്ചു തന്നത്. എന്നിട്ട് എന്നെ കൊണ്ട് ഇത് മുഴുവനും തീറ്റിക്കുകയും ചെയ്തു. അതുകൊണ്ടാ എനിക്ക് ഛർദ്ദിക്കാൻ വന്നതെന്ന് പറയാണ്. എടാ, കൊച്ചിനെങ്ങാനും നീ ഉപദ്രവിച്ചു കഴിഞ്ഞാല് നിന്റെ സകല കള്ളത്തരങ്ങളും പൊളിയോട്ടോ. ഞങ്ങളുടെ മുന്നില് കുഞ്ഞിന് ഒരാപത്തും വരാനായിട്ട് പാടില്ല. ഞങ്ങൾ അവിടെ ഇല്ലെന്ന് വിചാരിച്ച് നിന്നിലെ തോന്നിയവാസത്തിന് നടക്കാമെന്ന് നീ ചിന്തിക്കണ്ട. കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയെന്ന് ഞങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മോനെ പോയതുപോലെ തിരിച്ചങ്ങോട്ട് വരും ഞങ്ങൾ. അപ്പോൾ അബിയുടെ ഭാവം അങ്ങോട്ട് മാറുകയാണ്. അപ്പോഴേക്കും ആദർശ് പറയണേ, എടാ ഞങ്ങൾ ആ വീട് വിട്ടു പോകാനുള്ള കാരണവും നീ തന്നെയാ. നീയാണ് എല്ലാത്തിനും പിന്നിലെന്നറിയാം. നീ ഒരു കള്ളപ്പണം സമ്പാദിച്ച് നിന്നെ നന്ദു അറസ്റ്റ് ചെയ്തത് ഓർമ്മയുണ്ടല്ലോ. ഇനി എങ്ങാനും അവൾ നിന്നെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊന്നും മോനെ, ഞങ്ങൾ ഇറങ്ങിപ്പോയതിൻ്റെ ദേഷ്യം കൂടി അവൾ നിന്റെ നെഞ്ചത്ത് അങ്ങോട്ട് തീർക്കും. നന്ദുവിൻ്റെ കരുത്ത് നിന്നോട് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പിന്നെ നിനക്ക് പുറം ലോകം കാണാനായിട്ട് പറ്റില്ല. നിനക്ക് ഏഞ്ചുലറിക്കാരായിട്ട് നല്ല കമ്പനി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ അതെന്താണ് ഏതാണെന്നൊക്കെ അധികം താമസിയാതെ ഞങ്ങൾ കണ്ടെത്തുമെന്നൊക്കെ ഈ അഭിയോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അഭിയൊന്നാകെ ഞെട്ടി വരച്ചൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. മോളെ മോൾക്കിനി എന്ത് കാര്യമുണ്ടെങ്കിലും അമ്മയോടും അച്ഛനോടും പറയണം കേട്ടോ. മോൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം മുത്തശ്ശി മേടിച്ചു തന്നോളും. ഇവൻ എന്ത് ചെയ്താലും കുടുംബത്തിൽ ആരെന്ത് ചെയ്താലും മോള് ഞങ്ങളെ ഫോൺ വിളിച്ച് പറയണം. ഉടനെ തന്നെ ഞങ്ങൾ അവിടെ എത്തിക്കോളാം കേട്ടോ മോളെ. ശരി അമ്മേ എന്ന് കൊച്ചു പറയാ. ശരി എങ്കിൽ പിന്നെ ഞങ്ങൾ പോട്ടെ എന്നും കൊച്ചിനോട് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവാണ്. അപ്പോൾ ഇവരവിടുന്ന് പോയ സമയം കൊണ്ട് തന്നെ അഭിയാണെങ്കിൽ കൊച്ചിനോട് ഇനി വേണ്ടാത്ത സാധനങ്ങളെല്ലാം തിന്നിട്ടുണ്ടെങ്കിലേ ഛർദ്ദിക്കാൻ മുട്ടുമ്പോൾ പറയണം കേട്ടോ. പറയാം, നിങ്ങൾ വാ എന്ന് പറഞ്ഞിട്ട് കൊച്ചിനെ വലിച്ചഴിച്ചുകൊണ്ട് പോവുകയാണ് ഈ അഭി. അങ്ങനെ പിന്നീട് നമ്മുടെ ദേവയാനിയെ കാണിക്കുകയാണ്. ദേവയാനിക്ക് ഒരു മനസ്സമാധാനമില്ല. ദേവയാനി ഹാളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴാണ് മുത്തശ്ശനും മുത്തശ്ശിയും വരുന്നത് കാണുന്നത്. അപ്പോൾ ദേവയാനിയെ കണ്ടിട്ടും വലിയ മൈൻഡ് ചെയ്യാതെ ഇവരങ്ങോട്ട് പോവുകയാണ്. ആ സമയത്ത് അച്ഛ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ്. അച്ഛ എന്താ അച്ഛ ഇത് എന്ന് ചോദിക്കുകയാണ്. ഓഹോ, മിണ്ടാൻ താല്പര്യമില്ലാത്തവർ വീണ്ടും എന്തിനാ വന്ന് മിണ്ടിയത്? അതിൻ്റെ കാര്യമൊന്നുണ്ടല്ലോ. ആദർശിനെയും നയനമോളെയൊക്കെ അമ്പലത്തിൽ വെച്ച് കണ്ടിട്ട് എന്താ അച്ഛ മൈൻഡ് പോലും ചെയ്യാതെ പോയത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അവരെ മൈൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അവർ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, ബിസിനസ് തകർത്തു, പിന്നെ ഞാനെന്തിനാ അവരെ മൈൻഡ് ചെയ്യുന്നത്? അതിൻ്റെ കാര്യമൊന്നുമില്ല. എന്നാലും അച്ഛനുള്ള സ്നേഹം കൊണ്ടല്ലേ അവർ അവിടെ പോയത് എന്നൊക്കെ പറയാണ്. അച്ഛന് വേണ്ടി ചൈന പ്രദക്ഷിണവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. അവനോട് ഞാൻ പറഞ്ഞോ ചൈന പ്രദക്ഷിണം ചെയ്യാനായിട്ട്? അവനങ്ങനെ ചെയ്യുന്ന വിചാരിച്ച് ഞാൻ തലയും കുത്തി നിൽക്കണോ എന്ന് മുത്തശ്ശൻ്റെ ഒരു കഠിന വാക്ക് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ദേവി എനിക്കത് സഹിക്കാനായിട്ട് പറ്റിയില്ല. അച്ഛാ, എന്നാലും അവളുടെ വയറ്റിൽ ഒരു കുഞ്ഞുള്ളതല്ലേ അച്ഛാ എന്ന് പറയാ. അതെ, നയന മോളുടെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ടാകും. നീ അവളുടെ അമ്മായിയമ്മയുമാണ്. അപ്പോൾ ആ കുഞ്ഞിനെ അധികം മാസം തികയാതെ തന്നെ അവൾ പ്രസവിക്കുകയും ചെയ്യും. അപ്പോൾ പിന്നെ എന്താ, ഇതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യമല്ലേ. അവളുടെ ഭർത്താവിൻ്റെ കൂടെയാണ് പോയത്. ഇവിടെ നിന്നാൽ അവൾക്ക് സൗകര്യം കിട്ടൂലെന്ന് അവൾക്കറിയായിരുന്നു. അതുകൊണ്ട് അവളുടെ ഭർത്താവിനൊപ്പം പോയി. അവൾ സുഖം തേടി പോയതല്ലേ, അവൾ പോട്ടേന്നേ. അങ്ങനെ പോയവരെയൊന്നും ഞാൻ മൈൻഡ് ചെയ്യേണ്ട ഒരു കാര്യമില്ല, എനിക്ക് കൂടുതൽ സംസാരിക്കാനുമില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശൻ പോയി കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശിക്ക് ചിരിയാ വരുന്നത്. കാരണം മുത്തശ്ശിൻ്റെ മനസ്സിലിപ്പോൾ എന്താണെന്ന് അറിയാലോ. അപ്പോൾ എന്താ അമ്മ ഇത്? അച്ഛൻ എന്താണ് ഇങ്ങനെ? അച്ഛനോട് കൂടുതൽ സംസാരിക്കാതിരിക്കുന്നതാണ് മോളെ നല്ലത്. ഈ ഇടയായിട്ട് പ്രായമാകും തോറും അദ്ദേഹത്തിന് സ്വഭാവം മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? പിന്നെ ഇതെല്ലാം നല്ലതിനാണെന്ന് മാത്രം വിശ്വസിച്ചാൽ മതി. ഞാൻ നയനെയും ആദർശിനെയൊക്കെ കണ്ട് കുറേ കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ടുണ്ട്. അത്രയും മതിയല്ലോ. അധികം താമസിയാതെ തന്നെ ഇതിന് പിന്നിൽ കളിച്ചത് ആരാണെന്നൊക്കെ അവർ കണ്ടെത്തിയിട്ട് ഉടനെ തന്നെ മുത്തശ്ശിന് മുന്നിൽ വന്ന് ഹാജരാകുകയും ചെയ്യും. ഇനി അതിനെക്കുറിച്ച് ഓർത്തൊന്നും ടെൻഷൻ അടിക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശിയും പോവാണ്. അപ്പോൾ ദേവയാനിക്കാണെങ്കിൽ ആകെ സങ്കടം തോന്നുക. പിന്നീട് ആദർശ് ഒരു പത്രം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിൽ ഈ നവ്യയുടെ ഫോട്ടോ ആണ് ഫ്രണ്ടിലിരിക്കുന്നത്. നയന ഇത് കണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഈ പത്രം എടുത്ത് കൊടുക്കുകയാണ്. എന്താ ആദർശേട്ടാ? അപ്പം അതിൽ വായിച്ചു കഴിഞ്ഞപ്പോഴേക്കും വേറെ ഇവർ ഈ സ്വർണ്ണക്കട തുടങ്ങിയെന്നൊക്കെയാണല്ലോ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനത്തിന് വലിയ വമ്പൻ ആൾക്കാരൊക്കെ വരുന്നതുകൊണ്ടാണ്. ആദർശേട്ടാ ഇതെന്താണ്? ജ്വല്ലറി എന്നൊരു 10 കിലോമീറ്റർ മാറിയിട്ടാണ് വീണ്ടും അവർ ഇതിട്ടേക്കുന്നത് ജ്വല്ലറി. ഇവർക്ക് എന്താണ്? ഇവർ ഈ പരസ്യത്തിന് വേണ്ടി ഒരുപാട് പൈസ പോകുന്നുണ്ടല്ലോ ആദർശേട്ടാ. എന്താ ഇതൊക്കെ? അത് തന്നെയാണ് എനിക്ക്
എനിക്കും മനസ്സിലാവാത്തത്. ഈ ഒരു പരസ്യം കണ്ടോ? ഈ പരസ്യ കമ്പനിക്കാർക്ക് എത്ര രൂപ കൊടുക്കണം നീ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അതേ ആദർശേട്ടാ, എനിക്കറിയാം ഇത് നല്ല ലക്ഷങ്ങളാണ് വാരി കൊടുത്തിരിക്കുന്നത്. ഇവരെന്തിനാണ് പൈസ ഇങ്ങനെ ചിലവാക്കുന്നത്? കുറേ കള്ളപ്പണം ഉണ്ടല്ലോ, അതുകൊണ്ട് അവർക്ക് അതൊന്നും കളയാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ നോക്കിക്കണ്ടേ ആരാണ് ഫ്രണ്ട് പേജിലെന്ന്? എൻ്റെ ചേച്ചി. ചേച്ചിയും ഇപ്പോൾ ഹീറോ ആയിരിക്കുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാര്യങ്ങളും പറയുക. ഏതായാലും കിരണിനെ പോയി കാണണം, കിരണിനോട് കാര്യങ്ങളെല്ലാം സംസാരിക്കണം എന്നും പറയുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി നേരെ കിരണിൻ്റെ മുന്നിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ കിരണാണെങ്കിൽ ഇത് വല്ലാത്തൊരു ഇതായി പോയല്ലോ. ആ ജ്വല്ലറിയിൽ നിന്ന് 10 കിലോമീറ്റർ മാറി വീണ്ടും ഒരു ജ്വല്ലറി ഇട്ടിരിക്കുന്നു. അപ്പം അതിലെന്തേ കള്ളത്തരം ഉണ്ടല്ലോ എൻ്റെ ആദർശേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഏതായാലും ഇതിൻ്റെ ഇന്ത്യയിലെ വർക്കൊക്കെ നമ്മുടെ കല്യാണിക്കല്ലേ കിട്ടിയത്. അപ്പം കല്യാണിയോട് ചില കാര്യങ്ങളെല്ലാം കിരൺ സംസാരിക്കണം. എന്നിട്ട് അവിടെ എന്താ നടക്കുന്നത്, ഇതിന് പിന്നിൽ ആരാണ്, ഇതിന് പണം ചെലവഴിക്കുന്നത് ആരാണ് എന്നൊക്കെ കല്യാണിക്ക് അതിവേഗം കണ്ടെത്താനായിട്ട് സാധിക്കുമെന്നും പറയാണ്. അതൊക്കെ ഞാൻ ഏറ്റു ആദർശേ, കല്യാണിയോടൊരു കാര്യം പറഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് ചെയ്തോളൂന്നും കിരണം വാക്ക് കൊടുക്കുകയാണ്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമസ്കാരം. താങ്ക് യു. സീ യു അഗൈൻ. ബൈ ബൈ.